സ്വാമി ശരണമയ്യപ്പ. ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ കോതകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇതാണ് നമ്മുടെ സ്റ്റേ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഇവിടെ കടന്നത് ഇവിടെയാണ്. നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാത്റൂമും കാര്യങ്ങളും എല്ലാം പുറത്തുണ്ട്. ഇപ്പം ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണ്. സ്വാമി ശരണമയ്യപ്പ. 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 ഞങ്ങളിത് അങ്കമാലി ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇന്നലെ ചറങ്കര ഭഗവതി ക്ഷേത്രത്തിൽ സ്റ്റേ പിടിക്കാന്നാണ് വിചാരിച്ച്. പക്ഷെ അവിടെ ഇന്നലെ അയ്യപ്പമ്മളൊക്കെ ആയതുകൊണ്ട് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ഫ്രണ്ടിൽ ഒരു 6 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് നടന്ന് കോതകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് സ്റ്റേ ചെയ്ത്. അപ്പോൾ ഇപ്പം ഇനി അടുത്ത സ്റ്റേ പെരുമ്പാവൂർ എന്താ അയ്യപ്പ ക്ഷേത്രം, പെരുമ്പാവൂർ അയ്യപ്പ ക്ഷേത്രത്തിലാണ് അടുത്ത സ്റ്റേ. സ്വാമി ശരണമയ്യപ്പ. ബാക്കി അവിടെ പോയിട്ട് വീഡിയോ ചെയ്യുന്നു. ശരണമയ്യപ്പ. എവിടത്തെ സ്വാമി? നമ്മളിപ്പോൾ കാലടി ഒരു 3.5 കിലോമീറ്റർ, അതിൻ്റെ പെരുമ്പാവൂർ അയ്യപ്പ ക്ഷേത്രം അവിടുന്ന് ഒരു 7 കിലോമീറ്റർ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഹോൾട്ട് ഒരു 15 കിലോമീറ്റർ സ്ട്രെച്ച് അടിച്ചു. 8:30 മണിക്ക് എത്തും. പിന്നെ അവിടെ റെസ്റ്റ്. ശരണമയ്യപ്പ. അപ്പോൾ ഞങ്ങൾ കാലടി ക്രോസ് ചെയ്യാൻ പോവുകയാണ്. കാലടി എല്ലാവർക്കും പരിചിതമാണെന്ന് അറിയാം. ഓൾമോസ്റ്റ് ഞങ്ങൾ കാലടി അതെന്താ മ്യൂസിയമാണോ? കാലടി മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. ശരണമയ്യപ്പ. ഞങ്ങൾ കാലടി ക്രോസ് ചെയ്തു. അപ്പൊ കാലടി മ്യൂസിയം അല്ലേ? ഇവിടെ കാണാൻ പറ്റും. നമുക്ക് അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. വലിയൊരു സംഭവമാണ് ആ ടവറിൽ പോയിട്ട്. ശരണമയ്യപ്പ. ഇതാണ് കാലടി മണ്ഡപം. ശരണമയ്യപ്പ. നമ്മുടെ പെരിയാർ എത്തി. പെരിയാറ് അതുവഴി ഞങ്ങൾ പാസ് ചെയ്യാണ്. ശരണമയ്യപ്പ. ശരണമയ്യപ്പ. പെരിയാർ വഴി പോവാണ്. യാറിൻ്റെ പേരാണ് പെരിയാർ. അപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരണമയ്യപ്പ.